ഇന്ന് നമ്മൾ ഉച്ചക്കേക്കുള്ള ഫുഡ് റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് അരി വേവിച്ചെടുക്കാൻ വേണ്ടി വിറകടുപ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ ചെറുപയർ കുക്കറിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇന്ന് ചെറുപയറും വാഴത്തട്ടിയും കൂടെയാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. വാഴക്കൂമ്പ് അങ്ങനെയൊക്കെ പറയുന്ന സാധനമല്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് അത് അരിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ചട്ടിയിലോട്ടിട്ട് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കാം. ചെറുപയർ വെന്ത് വന്നതിന് ശേഷം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് വറവ് ചെയ്തെടുക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും വറ്റൽമുളക് 3 എണ്ണം കറിവേപ്പില എന്നിവ ഇട്ട് വറവ് ചെയ്തെടുക്കാം. കറി ഉണ്ടാക്കുന്നത് വെണ്ട മുളകിട്ടതാണ് കേട്ടോ. അതിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെണ്ട ഇട്ട് കൊടുക്കാം. വെണ്ട ഒന്ന് താളി വന്നതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. വെണ്ട ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ കൊഴുപ്പ് ഉണ്ടാവില്ല കറിക്ക്. വെണ്ട വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി, പച്ചമുളക്, സവാള എന്നിവ ചേർത്ത് കൊടുക്കാം. അതും കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം.